സോഫ്റ്റ് സമൂസ നമുക്ക് ഉണ്ടാക്കിങ്ങാണ്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ ഒരു മാസം ഫ്രീസറിൽ ഒരു മാസത്തിലും കൂടുതൽ നമുക്ക് ആവശ്യമുള്ളത് അന്നന്ന് വേണ്ടത് എടുത്തിട്ട് അന്ന് വേണ്ടത് അപ്പം തന്നെ ഫ്രീസറിൽ വെച്ച് നമുക്ക് ഒരുപാട് കാലം വരെ ഉപയോഗിക്കാം. അതിന് വേണ്ട ചിക്കന് ഉപ്പും കുരുമുളകും മഞ്ഞളിട്ടിട്ട് വേവിച്ച് ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വാട്ടി എടുത്തതാണ്. ചിക്കനായിട്ട് മൈദ ആട്ട നേരിയ ചുടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ഒന്ന് വേവിച്ച് ഇതാക്കി വാട്ടിയെടുത്തതാണ്. നമുക്കിതൊന്ന് വാട്ടി ഇങ്ങനെ എടുത്താൽ ഇനി കുഴച്ച് സമൂസാക്കി ഫ്രീസറിൽ വെച്ചാൽ മതി. നമുക്ക് ഒരുപാട് കാലം വരെ വെക്കും. നല്ല സോഫ്റ്റാണ്. എത്ര ദിവസം കഴിഞ്ഞാലും അന്നന്ന് ഉണ്ടാക്കിയതുപോലെ നല്ല സോഫ്റ്റായിട്ട് നിൽക്കും. മൂന്ന് അട്ടിയായിട്ടാണ് വെച്ചത്. 45 സമൂസ ഇതിൽ തന്നെ കൊണ്ടുവരണം. 45 എണ്ണം നമുക്ക് ഒരു മാസം വരെ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാം. നമുക്ക് ആവശ്യത്തിന് വേണ്ടത് അപ്പം പൊരിച്ചെടുക്കാം. ഒന്ന് നല്ല ഫ്രഷായിട്ട് തന്നെ നിൽക്കും. അപ്പം തന്നെ ഉണ്ടാക്കിയതുപോലെ തന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഒരു കുഴപ്പം ഉണ്ടാവില്ല. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരേപോലെ കഴിക്കാം. നല്ലതാണ്. നമുക്ക് വീട്ടമ്മമാർക്കൊക്കെ ഈ തിരക്കുള്ള സമയത്ത് ഓഫീസിൽ പോകുന്ന സമയത്ത് കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോഴൊക്കെ ഇതിങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത് വളരെ നല്ലതാണല്ലോ. നമുക്ക് അപ്പോൾ കുട്ടികൾ സമൂസ പറയുമ്പോൾ ഒന്നും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒഴിവുള്ള സമയത്ത് ഇങ്ങനെ കുറച്ച് ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അതേപോലെ ഉണ്ടാക്കി വെച്ചതാണ്. ഇത് കടക്ക നിറച്ച് വെച്ചതാണ്. ഇതിപ്പോൾ ഞാൻ ഫ്രീസറിന് വീഡിയോ എടുക്കാനായിട്ട് ഉണ്ടാക്കി വെക്കുമ്പോൾ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇത് ഐസ് പിടിച്ച് കിടക്കുന്നത് കണ്ടോ. ഇത് വേവിച്ച് വെച്ചാൽ നിറച്ചിട്ട് ആവി ഒളിച്ച് വെച്ചതാണ്. ഇത് നമ്മൾ ഇത് വേവിക്കാൻ നേരത്ത് ഒന്ന് ഫ്രൈ ചെയ്യാൻ നേരത്ത് ഇച്ചിരി മുളക് ഇഞ്ചി വെളുത്തുള്ളി കരിവേപ്പില മല്ലിയില ചപ്പ് പുതിനൊക്കെ ഇട്ടിട്ട് കുറച്ച് ഗരം മസാല വേണമെങ്കിൽ ഇട്ടാൽ മതി. ഒന്ന് കലക്കിയിട്ട് ഇതൊന്ന് മുക്കിയിട്ട് പൊരിച്ചെടുത്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റ്, നല്ല സോഫ്റ്റ്, നല്ല ടേസ്റ്റുള്ളതാണ്. ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തന്നെ ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഫുള്ളുണ്ടായിരുന്നു. അതേപോലെയാണ് റോള്, ചിക്കൻ റോള്. ഇത് ബ്രെഡിൽ ഉണ്ടാക്കി വെച്ചതാണ്. ഇത് രണ്ടും ഒരേ ടൈമിൽ ഇത് നിറയുണ്ടായിരുന്നു, കഴിഞ്ഞതാണ്. നമുക്ക് പെട്ടെന്നൊക്കെ വിരുന്നുകാരൊക്കെ വരുമ്പോൾ വളരെ നല്ലതാണ്. ഇത് ചിക്കനും നമ്മൾ സമൂസൻ്റെ തീന തന്നെയാണ്. ഇത് ബ്രെഡിൻ്റെ അകത്ത് ബ്രെഡ് പരത്തിയിട്ട് ആക്കി വെച്ചതാണ്. ഇങ്ങനെ ആക്കി വെക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇതിനെ പോലുള്ള വീട്ടമ്മമാർക്ക് വളരെ നല്ലതാണ്. വേവിച്ചാലും നല്ല കേൾക്കാത്ത അത് കത്തിയാണ്.